ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് ത്രില്ലർ മൂവീസ്, ബെസ്റ്റ് അൺറേറ്റഡ് ത്രില്ലർ മൂവീസ് ആണ്. അതായത് പാർട്ട് 1, അതായത് അതിൻ്റെ ഒരു ഒന്നാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് സിനിമകളുണ്ട് ബെസ്റ്റായിട്ടുള്ള അടിപൊളി, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകൾ, പിന്നെ എന്താ പറയുക, പല നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടും പരാജയപ്പെട്ടു പോയ സിനിമകൾ ഒരുപാടുണ്ട്. അതിലുള്ള ബെസ്റ്റ് 5 ത്രില്ലർ സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സാപ്പ് മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാപ്പ് മീഡിയ മലയാളം നിങ്ങൾക്ക് അറിയുന്ന ചാനലാണ്. അതിൽ OTT അപ്ഡേറ്റുകൾ, റിവ്യൂസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു ചാനൽ, ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ചാനൽ എൻ്റെ ഏറ്റവും പുതിയൊരു ചാനലാണ്. ഒരു ബാക്കപ്പ് ചാനലായിട്ട് തുടങ്ങിയതാണ്. ഇതിൽ ഇതുപോലുള്ള പിന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. തിയേറ്റർ റിലീസ് എല്ലാ മാസത്തിൻ്റെയും ആദ്യം തന്നെ ആ മാസം തിയേറ്റർ റിലീസ് ചെയ്യാൻ പോയി തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത്, അതുകൂടാതെ ഇതുപോലെ ബെസ്റ്റ് 5 ത്രില്ലർ സിനിമകൾ, ബെസ്റ്റ് 5 പിന്നെ 18+ മൂവീസ്, ബെസ്റ്റ് 5 പിന്നെ എന്താ പറയുക ഫീൽ ഗുഡ് മൂവീസ്, ബെസ്റ്റ് 5 ആക്ഷൻ മൂവീസ്, ബെസ്റ്റ് 5 ഹൊറർ മൂവീസ് എന്നുള്ള സംഭവങ്ങൾ, ആ ഒരു സെഗ്മെൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പിന്നെ കളക്ഷൻ അപ്ഡേറ്റുകളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ്, എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ട സിനിമകളാണ് ഞാൻ ഈ ഒരു ലിസ്റ്റിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഏതാണെന്ന് നോക്കാം നമുക്ക്. ഒരു ദിവസം ഒരു സ്ത്രീ, നമ്മുടെ സിനിമയിലെ നായിക, ഇടുക്കിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരികയാണ്. ഞാൻ ഒരാളെ കൊന്നു എന്ന് കുറ്റസമ്മതം നടത്തിക്കൊണ്ട് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ടില്ലേ. അത് എന്താ വെച്ചാൽ ആ കുഴിച്ചിട്ട സ്ഥലം ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു. അത് ഭയങ്കര സെൻസേഷനൽ ആവുകയാണ്. ഞാനൊരാളെ കൊന്നു സാറേ. അപ്പോൾ അതിന് പിന്നിലുള്ള രഹസ്യങ്ങളും എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ് ഈ സിനിമയുടെ മെയിൻ എന്ന് പറയുന്നത്. ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ 2022 സുധീഷ് രാമചന്ദ്രന്റെ സംവിധാനത്തിൽ അപർണ മുരളി, പിന്നെ കലാഭവൻ ഷാജോൺ, സിദ്ധാർത്ഥ് മേനോൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ഇനി ഉത്തരം എന്ന് പറഞ്ഞ സിനിമയാണ്. കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. നമ്മൾ തീരെ വലിയ പ്രതീക്ഷ ഇല്ലാതെ കണ്ട സിനിമയായിരുന്നു ഇനി ഉത്തരം എന്ന് പറഞ്ഞ സിനിമ. C5 ഈ ഒരു സിനിമ ഇപ്പോഴും മുതൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സിനിമയാണ് നോക്കാം നമുക്ക്. പ്രായമായ ഒരു അച്ഛനും അമ്മയും, അതുകൂടാതെ ഈ അച്ഛനും അമ്മയുടെയും മകൻ്റെ ഭാര്യ, ഒരു കുഞ്ഞുമോള്, ഇവർ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ ഒരു ദിവസം രാത്രി നടക്കുന്ന ഭീകരമായ ഒരു സംഭവമാണ് ഈ ഒരു സിനിമയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്ദ്രൻസ്, ദുർഗാകൃഷ്ണ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി നമ്മൾ ഞെട്ടിച്ച ഒരു സിനിമയായിരുന്നു ഉടൽ എന്ന് പറഞ്ഞ സിനിമ. ശരിക്കും പറയാൻ തിയേറ്ററിൽ തീരെ പ്രതീക്ഷയില്ലാതെ പോയി കണ്ട ഒരു സിനിമയായിരുന്നു ഉടൽ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഞെട്ടിച്ചു. ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫ് പൊളിച്ചടക്കി തന്നെ പറയാം. ദുർഗാകൃഷ്ണയും ഇന്ദ്രൻസും വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ്. ശരിക്കും പറയാണെങ്കിൽ ഒരു നമ്മുടെ ഇന്ത്യൻ ഡോൺ ബ്രീത്ത് എന്നൊക്കെ പറയാം, മലയാളത്തിലെ ഡോൺ ബ്രീത്ത് എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയായിരുന്നു ഉടൽ എന്ന് പറഞ്ഞ സിനിമ. ഒരു A സർട്ടിഫിക്കറ്റ് മൂവിയാണ്. ഇൻട്രോലിന് ശേഷം വയലൻസ് കൊണ്ടുള്ള ഒരു കളി തന്നെയാണ്. 18+ മൂവിയാണ്. രതീഷ് രഘുനാഥനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 18+ മൂവിയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അടുത്തത് മൂന്നാമത്തത്, ഒരു നേഴ്സ് കൊല്ലപ്പെടുകയാണ്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതിനിടയിൽ വേറൊരു സംഭവം കൂടി നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നുള്ള അന്വേഷിച്ചുകൊണ്ട് ഉള്ള ഒരു അന്വേഷണമാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് മുതൽ അവസാനം വരെ അവർ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് കിഡ്ലൻ ഒരു ട്വിസ്റ്റോട് കൂടിയുള്ള ക്ലൈമാക്സും ആയിട്ട് നമ്മളെ ഞെട്ടിച്ച ഒരു സിനിമയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. ഒരു കിഡ്ലൻ ത്രില്ലർ മൂവിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ബിപിൻ കൃഷ്ണയുടെ സംവിധാനത്തിൽ അനു മേനോന്, ലിയോണ ലിഷോയ്, അനു മോഹൻ, ചന്തുനാഥ് തുടങ്ങിയ പ്രധാന വേഷത്തിലെത്തിയ 21 ഗ്രാംസ് എന്ന സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഒരു കിഡ്ലൻ സിനിമയായിരുന്നു. പിന്നെ വമ്പൻ ഹിറ്റാകേണ്ട ഒരു സിനിമയായിരുന്നെങ്കിലും വലിയൊരു വിജയം ഈ സിനിമയ്ക്ക് കരസ്ഥമാക്കാൻ സാധിച്ചില്ല. ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെയായിരിക്കാം കാരണം. അനു മേനോന്റെ ആ ഒരു കാലത്തെ ആ ഒരു കഥാപാത്രങ്ങളൊക്കെ അധികവും പിന്നെ എന്താ പറയുക, പിന്നെ തിയേറ്ററിൽ വിജയിക്കാതെ പോയ സിനിമകളായിരുന്നു. ആ ഒരു ഗണത്തിൽ അതുകൊണ്ടായിരിക്കാം അധികം ആൾക്കാരും ഈ സിനിമയിൽ കയറാതെ പോയത്. എന്നാലും ഈ സിനിമ നല്ല പ്രേക്ഷക പ്രതികരണം നേടി കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു വിജയം കരസ്ഥമാക്കി. പക്ഷേ ആ ഒരു വിജയമല്ലായിരുന്നു, ഒരു സൂപ്പർ ഹിറ്റാണ്ട സിനിമയായിരുന്നു പിന്നെ 21 ഗ്രാംസ് ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. കിഡ്ലൻ ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു. ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. എന്തായാലും Disney+ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്, കണ്ടു നോക്കാവുന്നതാണ്. നാലാമത്തെ സിനിമ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ നടക്കുന്ന മരണവും
അതിന്റെ അന്വേഷണത്തിന്റെ അവസാനം ചെന്ന് എത്തിപ്പെടുന്ന ഒരു കിടിലൻ സംഭവത്തിൽ ആണെന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്നുള്ളത്. സ്ക്രിപ്റ്റും ഈ സിനിമയിലെ അഭിനയിച്ചവരുടെ പെർഫോമൻസുകളും അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡുകളും ഒക്കെ ഗംഭീരമാക്കി നല്ല ക്വാളിറ്റി ചെയ്ത ഒരു സിനിമയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. എല്ലാം പൊളിയായിരുന്നു. സംജാദിന്റെ സംവിധാനത്തിൽ രഞ്ജിത്ത് സജീവ്, ചിന്നു ചാന്ദ്രി, സിദ്ദിഖ്, ദിലീഷ് പോത്തൻ, സണ്ണി വെയിൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഗോൾ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇപ്പോൾ ഈ സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഈ വർഷത്തെ ഏറ്റവും മികച്ച ത്രില്ലർ സിനിമകളിൽ മികച്ച ത്രില്ലർ അനുഭവം തന്നെയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. അഞ്ചാമത്തെ സിനിമ കാട്ടിൽ നിന്നും ഒരു കുറച്ച് പഴകിയ ഒരു മൃതദേഹം കണ്ടെത്തുകയാണ്. അപ്പോൾ അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന നമ്മുടെ നായകൻ സ്ഥലത്തെ സർക്കിൾ ഇൻസ്പെക്ടർ തന്നെയാണ് ഈ ഒരു കൃത്യം ചെയ്യുന്നുള്ളത് കണ്ടെത്തുകയാണ്. അതിനുശേഷം നടക്കുന്ന നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. 2022 ഉണ്ണി ഗോവിന്ദ് രാജ് സംവിധാനം ചെയ്ത് സുരാജ് വെഞ്ഞാറോട് പ്രധാന വേഷത്തിലെത്തിയ ഹെവൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ഡീസന്റ് ക്രൈം ത്രില്ലർ മൂവി ആയിരുന്നു ഈ ഒരു സിനിമ. കുറച്ച് സ്ലോ പേസിലാണ് പോയതെങ്കിലും ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ മൂവി ആയിരുന്നു, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ആയിരുന്നു ഹെവൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നുള്ളത്. വിജയിക്കാതെ പോയ ഒരു സിനിമയാണ്. എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. ഇപ്പോൾ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഈ അഞ്ച് സിനിമകളിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമ ഏത്, നിങ്ങൾക്ക് ഈ സിനിമകളിലെല്ലാം 5 സിനിമകളും ഇഷ്ടപ്പെട്ടതാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഇനി ഉത്തരം ഉടല്, 21 ഗ്രാംസ്, ഗോളം, അതുപോലെ തന്നെ ഹെവൻ. ഈ 5 സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ 5 സിനിമകളും വളരെ മികച്ച സിനിമകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ തിയേറ്ററിൽ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ കഴിയാതെ പോയ സിനിമകളായിരുന്നു. അപ്പം ഈ ലിസ്റ്റിലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. എൻ്റെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുകയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.